നമസ്കാരം. അങ്ങനെ അവസാന തീരുമാനമായി. ഞാനൊരു ഇന്നലെ അതുപോലെ ഇന്ന് പലരും ഞാൻ വിളിച്ചു. മറ്റേ ഈ പോത്തുകല്ല് ഭാഗത്തുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവിടെ വിളിച്ച സമയത്ത് അതിലൊരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അൻവറിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ അവൻ മറ്റേ അനാഥക്കുട്ടിയാണോ? അവനും ഒരു വാപ്പയ്ക്ക് ജനിച്ചവനല്ലേ? ഇതാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത് അത് എനിക്കത് അത് ഇതേ അഭിപ്രായം വേറെ മറ്റൊരു സ്ത്രീയാണ്. അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്. എന്താ ശരിയല്ലേ സ്വാമി, അവന് ഞങ്ങളുടെ ആൾ തന്നെയാണ്. ഞാൻ പറഞ്ഞത് അതിനകത്തൊരു മുസ്ലിം മതം ഞാൻ കൊണ്ട് കുത്തിക്കയറ്റില്ല. സാധാരണക്കാരായിട്ട് 2-3 ആൾക്കാർ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഏതായാലും അൻവർ മത്സരിക്കാൻ തീരുമാനിച്ചു. ഇനി ഇതിനകത്ത് അൻവറിന് അനുകൂലമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രത്യേകിച്ചും ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഈ ചെറിയ കാലയളവിനകത്ത് അദ്ദേഹത്തെ ശരിക്കും കൊത്തിക്കീറുകയാണ് ചെയ്തത്. ചുറ്റും നിന്ന് കൊത്തിക്കീറുകയാണ് ചെയ്തത്. അയാളവിടെ MLA ആയിരുന്നല്ലോ. അയാൾ ഇവർ അത്രയും വലിയ നേതാവല്ലെങ്കിലും അയാളും ഒരു നേതാവാണല്ലോ. അയാളുടെയും പുറകിൽ ആളുണ്ടല്ലോ. ആ കൊത്തിക്കീറൽ പരിപാടി, അതായത് ഈ ശവം കൊത്തിക്കീറുന്ന പോലെ, കഴുകന്മാർ ചുറ്റും നിന്ന് ശവം കൊത്തിക്കീറുന്ന പോലെ ഇവനൊക്കെ ഉണ്ടല്ലോ. മറ്റേ എന്താ ഇതിനെ പറയാം, KC വേണുഗോപാലൊക്കെ കാണാൻ വരെ മടിച്ചു എന്നാണ് പറയുന്നത്. അത്രത്തോളൊന്നും നികൃഷ്ട ജീവിയൊന്നും അല്ലല്ലോ ഈ PV അൻവർ. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഭാഷയുണ്ട്, അയാൾക്ക് അയാളുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, അയാൾ വാപ്പയുടെ പേരിൽ, അയാളുടെ വാപ്പ നേതാവായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു. അങ്ങനെ വീട്ടിൽ നെഹ്റു കയറി വന്നിട്ടുള്ള ആളാണ്. എങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നില ഇപ്പോൾ അദ്ദേഹം MLA ആയത് അദ്ദേഹം വാപ്പയുടെ പേരിലൊന്നുമല്ല. ഇവിടെ അതേ സമയത്ത് മറ്റേ ഷൗക്കത്തോ മറ്റോ അയാൾ വാപ്പയുടെ പേരിൽ മാത്രം വന്ന ആളാണ്. അത് യാതൊരു സംശയവുമില്ല. ഏറ്റവും വലിയ കാര്യം എന്തുകൊണ്ട്, ഈ അൻവറിനെ വളഞ്ഞിട്ട് ആക്രമിച്ച കാരണം കൊണ്ട് അയാൾ ഇപ്പോൾ ഒരു എരയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള വളരെ പരിമിതമായിട്ട് കുറച്ച് സമയങ്ങളെ കൊണ്ട് ഞാൻ ഈ പറയുന്നത്, എനിക്കിവിടെ CPM രാഷ്ട്രീയമോ CPI രാഷ്ട്രീയമോ BJP രാഷ്ട്രീയമോ മുസ്ലിം ലീഗ് രാഷ്ട്രീയമോ അതിനെ ചുഴിഞ്ഞു നോക്കാൻ എനിക്ക് അതിൻ്റെ ജോലി അതെല്ലാം ഞാനത് ചെയ്യാറില്ല. നമ്മൾ നേരിട്ട് കാണുന്ന ചില കാര്യങ്ങൾ, ഞാൻ അതിൻ്റെ മറ്റേ രാഷ്ട്രീയ ശാസ്ത്രജ്ഞനൊന്നുമല്ല. നേരിട്ട് കാണുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞ് ശരിയാവുന്നു തോന്നി. ഇയാളെ വല്ലാതെ കൊത്തി വളഞ്ഞിട്ട് ഞങ്ങൾ മറ്റേ എന്തായാലും പറയും കോൺഗ്രസ്സിലേക്ക് കയറ്റില്ല. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ BJP ആണെങ്കിലും കോൺഗ്രസ് സിനിമാടന്മാരെ വല്ല പൈസക്കാർ കയറി വന്നാൽ അവരവിടെ നമ്മളുടെ ഹീ എന്നും പറഞ്ഞ് അവർ മറ്റെന്തായാലും പറയാം, പിന്നെ പൂക്കുളങ്ങി വെതറിയിട്ട് റെഡ് കാർപ്പറ്റിംഗ് വെച്ച് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ കുറേ നാറികളെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, വന്ന് കയറിയിട്ടുണ്ടല്ലോ. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ എന്താ പ്രശ്നം? ഒരസൂയ. കാരണം അവൻ കുറച്ച് തണ്ടുള്ളവനാണ്. അൻവറിന് കുറച്ച് തണ്ടുണ്ട്. എന്നാൽ അവനെ ഒന്ന് ഒതുക്കുക. അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നറിയോ? ഒരേ ഒരാൾക്ക് മാത്രമാണ്. അടിയിൽ കാക്കി ട്രൗസർ ഇട്ട് നടക്കുന്ന ഒരുത്തരുണ്ട് കോൺഗ്രസിനകത്ത്. അതാണ് VD സവർക്കർ. VD സവർക്കറുടെ മറ്റേ പുനരവതാരം VD സതീശൻ. അവൻ പരിപൂർണമായിട്ടും RSSകാരനാണ്. ആയതുകൊണ്ട് തന്നെ പരിപൂർണമായിട്ടും RSSന് നേരെ വിരൽ ചൂണ്ടുന്ന, RSS ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അൻവറിനെ തളർത്തുക. അപ്പം അതിൻ്റെ പുറകിൽ ആരാണ് വാസ്തവത്തിൽ? പുറകിൽ കോൺഗ്രസ് നേതാക്കളല്ല, പുറകിൽ മറ്റേ മുരളീധരനല്ല, പുറകിൽ KC വേണുഗോപാലല്ല, പുറകിൽ മറ്റേ സുധാകരനല്ല. അതിൻ്റെ പുറകിൽ നിൽക്കുന്ന പരിപൂർണമായിട്ടും RSS തന്നെയാണ്, സംഘപരിവാർ തന്നെയാണ്. അൻവറിനെ എങ്ങനെയായാലും ഒതുക്കുക. അതുകൊണ്ട് മാത്രമാണ് നോക്കുക, അവിടെ മറ്റേ BJP ഇപ്പോഴും മത്സരിക്കാൻ തയ്യാറെടുത്തിട്ടില്ല. അതേസമയം BDJS മത്സരിച്ചോട്ടെ. BDJSൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും അറിയില്ല. BJP അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, 17,000 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം. അന്നവർക്ക് സത്യം പറഞ്ഞ പോസ്റ്റ് ചെയ്യാനുള്ള പൈസ പോലും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഈ ലോക്സഭാ ഇലക്ഷനിൽ. ആ ലോക്സഭാ ഇലക്ഷനിൽ 17,000 വോട്ടാണ് ഈ മണ്ഡലത്തിൽ കിട്ടിയത്. ഇപ്പോൾ ഈ ഇലക്ഷൻ നടക്കാൻ പോകുന്ന നിയമസഭാ മണ്ഡലത്തിൽ കിട്ടിയത്. ആ 17,000 വോട്ട് ചോരാതിരിക്കണം. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കള്ളക്കളികൾ. ഇതൊക്കെയാണ്. അത് ആർക്കാണ്? ചിലർ പറയും കോൺഗ്രസിനാണ്, ചിലർ ഇവർക്കാണെന്ന് പറയും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ അൻവർ മത്സരിക്കാൻ തീരുമാനിച്ച സമയത്ത് ഒന്നും ഞെട്ടിയത് ആരാ? അതാ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഞെട്ടിയിട്ടുള്ളത്. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്.
പ്രധാനപ്പെട്ട കാര്യം BJP-ക്കാർ അവിടെ മത്സരിക്കാതിരിക്കുന്നതിന് വിട്ട് മണ്ടത്തരം വേറെ ഒന്നുമില്ല. കാരണം ഇപ്പം ഈ ഷൗക്കത്ത് എന്ന് പറഞ്ഞ ആൾ അയാളിവിടെ മറ്റേ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ, TV-ക്കകത്ത് കാണുന്നുണ്ട്, ഞാൻ പാണക്കാട് പോയി സംസാരിച്ചു, ഞാൻ തങ്ങളുമായിട്ട് സംസാരിച്ചു, ഞാൻ സലാമുമായിട്ട് സംസാരിച്ചു, ഞാൻ മുസ്ലിം ലീഗുമായിട്ട് സംസാരിച്ചു. എന്താ ഇവിടെ ഹിന്ദു നായ്ക്കൾ അവിടെ ഇല്ലടാ? അവിടെ മറ്റേ നിലമ്പൂർ ഈ ഹിന്ദു വർഗം അവിടെ ഇല്ലേടാ ഷൗക്കത്തെ? നീ പറ, അവിടെ ഹിന്ദുക്കൾ ഇല്ലേടാ അവിടെ? അതോ ഹിന്ദുക്കളൊക്കെ ചത്ത ശവങ്ങളാണോ അവിടെയുള്ള ഹിന്ദുക്കൾ? അവർക്ക് നീ മറ്റേ ഊ ആക്കി മാറ്റില്ലേ നീ ചെയ്യുന്നത്? നിന്റെ മറ്റേ മുസ്ലിം ലീഗുകാരും തങ്ങളുമാരും സലാംമാരും മറ്റേ ഇവർ മാത്രം വിചാരിച്ചാൽ നീ ജയിക്കുമെന്നാണ് വിചാരിച്ചത്? നീ ഇവിടെ കുത്തിവെക്കുന്നത് അഥവാ നീ കത്തിവെക്കുന്നത് അവിടുത്തെ ഹിന്ദുക്കളെ, അവിടെ സന്യാസിമാരില്ലേ ഇവിടെ? അവിടെ ഹിന്ദു നേതാക്കന്മാരില്ലേ ഇവിടെ? അവിടേക്കൊന്നും പോക്കില്ല. അത് അവറ്റകളൊക്കെ എവിടെയും പോയി അവറ്റകളെയും പോയിട്ട് കുത്തിക്കോളും, കോൺഗ്രസിന് കുത്തിക്കോളും. അതിന് വേണ്ടി എന്തായാലും പറയും ഇയാളുടെ പിണറായിക്ക് എതിരായിട്ട് കുറേ അയാൾ കളറാണ്. ഇതുവരെ കേസൊന്നും ഉണ്ടായിട്ടില്ല, കേസ് പിടിക്കാനും പറ്റിയിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് അടക്കം അങ്ങനെ അയാൾക്ക് വോട്ട് ചെയ്യിക്കാതിരിക്കുക ഹിന്ദുക്കളെ കൊണ്ട്. ഹിന്ദുക്കൾ പിന്നെ അവിടെയും വോട്ട് ചെയ്യും ഇവിടെയും വോട്ട് ചെയ്യുമല്ലേ. പക്ഷേ ഷൗക്കത്ത് ചെയ്യുന്നത് ഇത് അൻവർ ചെയ്യുമായിരുന്നില്ല. എനിക്ക് നന്നായിട്ടറിയാം. അൻവറാണ് സ്ഥാനാർത്ഥി എന്നുവെച്ചാൽ അയാൾ പാണക്കാട് പോകും, തങ്ങന്മാരെ കാണും, സലാമിനെ കാണും, പിന്നെ അതിൻ്റെ നേതാക്കന്മാരെ കാണും, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാണും, അതോടൊപ്പം അവിടെ സന്യാസിമാരെ കാണും, അവിടെയുള്ള അമ്പല കമ്മിറ്റിക്കാരോ ഹിന്ദുക്കൾ അവരേക്കും കാണും. പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി. ഹിന്ദുക്കളെ വാസ്തവത്തിൽ അവരെ അരികുവൽക്കരിച്ചിരിക്കുകയാണ്. അവരെ ഒരു മൂലയ്ക്ക് തള്ളിയിരിക്കുകയാണ്. അവരെ പച്ചത്തീട്ടമായിട്ട് ഈ ഷൗക്കത്ത് കാണുന്നത്. അത് നീ അനുഭവിക്കും. അവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഒന്നിലോ മറ്റേ ഇവർ അവിടെ ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞാൽ ഇപ്പോൾ ഏതാ ഹിമോൽ ഭദ്രാനന്ദ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളെല്ലാവരും അറിയാം തോക്ക് സ്വാമി എന്ന് വെച്ചിട്ട് അയാളെ കളിയാക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കാലം കുറേ ആയിട്ട് അയാൾ ഇവിടെ കുന്തം പോലെ ഇവിടെ നിൽക്കുന്നുണ്ട്. അയാൾ ആർക്കും വീഴ്ത്താൻ പറ്റിയിട്ടില്ല. ഇവിടെ അയാൾ ഉണ്ട്, ഇടയ്ക്കായിട്ട് വായ തുറക്കുന്നുണ്ട്. അയാൾ മത്സരിച്ചാൽ പോലും ഈ 17,000 വോട്ട്, 18,000 വോട്ട്, 19,000 വോട്ട്, 20,000 വോട്ട് അയാൾ കിട്ടും. കാരണം അവിടുത്തെയുള്ള ഹിന്ദുക്കൾ അതുപോലെ വികാരഭരിതരായിട്ടായിരിക്കുന്നത്. കാരണം അവരെ ആ രീതിയിൽ അവർ കണക്ക് കൂട്ടിയിട്ടുള്ളത്, ചത്ത ശവങ്ങളായിട്ട് കണക്ക് കൂട്ടിയിട്ടുള്ളത്. അവിടെ 50%, 51% ഹിന്ദുക്കളുള്ളത്, അല്ല 41% ഹിന്ദുക്കളുള്ളത്. അവിടെ 8%, 9% ക്രിസ്ത്യാനികൾ. ബാക്കിയുള്ളത് ഇവർ പിന്നിലാണ്. ഹിന്ദുക്കളെക്കാൾ വളരെ വലിപ്പത്തിലൊന്നല്ല, പകുതി 50%, മറ്റേ 50-40, 50%, 51% മറ്റുമാണ് മുസ്ലിങ്ങളുള്ളത്. പക്ഷെ 41% ഹിന്ദുക്കൾ അവിടെയുണ്ട്. എന്താ പോരാത്തവരാണോ ഹിന്ദുക്കൾ? ആ ഹിന്ദുക്കളെ നിങ്ങൾ വാസ്തവ ഷൗക്കത്തെ നീ കാർക്കിച്ച് തുപ്പാണ് ചെയ്തത്. പക്ഷെ അതേ സമയത്ത് നിന്റെ വാപ്പ ആരെയും സാമാനത്തും പിടിച്ച് ഞാനാന്ന് നിന്നിട്ടില്ല. ഒരു മുസ്ലിം ലീഗുകാരുടെയും പേരിലൊന്നുമല്ല നിൻ്റെ വാപ്പ അവിടെ ജയിച്ചിട്ടുള്ളത്. മറ്റേ വാര്യാടൻ മുഹമ്മദ്, അയാളൊരു 100 അടി ഉയരമുള്ളൊരു മനുഷ്യനായിരുന്നു. അയാളാ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നും അതെ, അവിടെ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മുസ്ലിം അല്ല അവരെ സംബന്ധിച്ചിടത്തോളം. ആര്യാടൻ മുഹമ്മദ് അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ചിന്താപതി പദ്ധതി പ്രകാരം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അത് മുസ്ലിമാണ്. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞങ്ങളുടെ നേതാവാണ്. എനിക്ക് നിലമ്പൂർ നല്ല പരിചയമുണ്ട്, പെരിന്തൽമണ്ണയിൽ എനിക്ക് നല്ല പരിചയമുണ്ട്. ഈ പെരിന്തൽമണ്ണയായിട്ട് ബന്ധപ്പെടുന്നവരാണല്ലോ നിലമ്പൂരുകാർ. എനിക്ക് പോത്തുകല്ല് പരിചയമുണ്ട്, കരുളായിൽ എനിക്ക് ബന്ധങ്ങളുണ്ട്. അവിടെയുള്ള വാർത്തകളാണ് പറയുന്നത്. അവിടെയുള്ള ഒറ്റ ഹിന്ദു പോലും ഷൗക്കത്തിന് വോട്ട് ചെയ്യില്ല. മറ്റാർക്ക് വോട്ട് ചെയ്താലും വോട്ട് ചെയ്യാതിരുന്നാലും ഷൗക്കത്തിന് വോട്ട് ചെയ്യില്ല. കാരണം ഷൗക്കത്തിന് ഹിന്ദുക്കളുടെ വോട്ട് വേണ്ട. ഹിന്ദുക്കളെ വേണ്ട. ഹിന്ദുക്കളെ ചത്ത ശവങ്ങളായിട്ട് വഴിയിൽ കിടക്കുന്ന പച്ച തീട്ടമായിട്ടാണ് അവൻ കണക്കൂട്ടിയിട്ടുള്ളത്. ഇത്ര ദിവസമായിട്ടും ഒരു ഹിന്ദു നേതാവിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഒരു ഹിന്ദു മറ്റേ എന്തായാലും പറയുക അവിടെ മറ്റേ NSSO SNDP കണ്ടല്ലോ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അതൊന്നും പ്രശ്നമല്ല. ചത്ത ശവങ്ങളോട് പോയിട്ട് എന്തിനാ വോട്ട് ചോദിക്കുന്നത്? ഈ വെച്ച് പിടിക്കലല്ലേ മറ്റേ എന്തായാലും പറയും മറ്റേ പാണക്കാട്ടേക്ക് ഇയാൾ പറയും എൻ്റെ വാപ്പയുടെ മാർഗം നിൻ്റെ വാപ്പയുടെ മാർഗമാണെങ്കിൽ നീ പാണക്കാട് പോകുമായിരുന്നില്ല, അവിടെ പോയിട്ട് വോട്ടിന് ഇരക്കുമായിരുന്നില്ല. അത് നിൻ്റെ വാപ്പയുടെ മാർഗമല്ല. എടാ ഷൗക്കത്തെ, വാപ്പയുടെ മാർഗം അതായിരുന്നില്ല. വാപ്പയായിരുന്നു. വാപ്പയുടെ രാഷ്ട്രീയം ഇനി മറ്റും കൂടി ഉറപ്പിച്ചും തറപ്പിച്ച് പറയാൻ, വാപ്പ കോൺഗ്രസ്സുകാരനുമല്ല. വാപ്പയുടെ രാഷ്ട്രീയം എന്താണെന്ന് അറിയോ? വാപ്പ മാർക്സിസ്റ്റുകാരനുമല്ല. വാപ്പയുടെ രാഷ്ട്രീയം എന്താണെന്ന് അറിയോ? ആര്യാടൻ രാഷ്ട്രീയം. അത് മതിയായിരുന്നു.
അതിനുള്ള വലിപ്പം ഉണ്ടാവണം. ഞാൻ 100 അടി ഉയരവും പിന്നെ എത്ര കിലോ തൂക്കുക, അങ്ങനെ ഒരു 800 കിലോ തൂക്കമുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. നീ അദ്ദേഹത്തിൻ്റെ ബീജത്തിൽ പിറന്നു എന്നല്ലാതെ ഒരു ക്വാളിറ്റി ഇതുവരെ കാണിച്ചില്ല. ഞാൻ ഇത്രയും നാൾ ശ്രദ്ധിച്ചു. പറഞ്ഞു വരുന്നത്, ഇപ്പം അൻവർ മത്സരിക്കുന്ന സമയത്ത് നിങ്ങൾ അയാളുമായിട്ട് മത്സരിച്ചോട്ടെ, അതല്ല സ്ഥിതി. നിങ്ങളൊക്കെ ഇങ്ങനെ കിട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  വിറക്കിയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടാവും. അവസാനമാവുന്ന സമയത്ത് ശരി കോൺഗ്രസിലേക്ക് എടുത്തേക്കാം, പക്ഷേ തിരുവമ്പാടി സീറ്റ് കിട്ടില്ല, മഞ്ചേരി സീറ്റ് കിട്ടില്ല, സീറ്റൊന്നും കിട്ടില്ല. കോൺഗ്രസ് വന്നോ, അവിടെ നിന്നോ, അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിയുമ്പോൾ ചവിട്ടിയാൽ മതിയല്ലോ. അപ്പം അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും, ഇനി നീട്ടിക്കൊണ്ടുപോകില്ല എന്നറിയാവുന്ന പലരും ഈ ലോകത്തിലുണ്ട്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഏതായാലും നുണഞ്ഞിരിക്കാം. ഇതിപ്പോൾ എന്തുണ്ടാവും, എന്താ വേണ്ടേ, മണ്ണും ചാരിയെന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു കാരണവശാലും ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല സാഹചര്യമാണ് അവിടെയുള്ളത്. അവിടെയുള്ള ഇപ്പോൾ അവിടെ കോൺഗ്രസിനകത്ത് ഒരു ഉത്തമനായിട്ടൊരാളെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അയാളവിടെ ജയിക്കും. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തെ കൃത്യമായിട്ട് ഈസി വാക്ക് ഓവർ ആയിരുന്നു. അത് മുഴുവൻ നശിപ്പിച്ച് നാണക്കലെടുത്തു ആരാണ്? ഷൗക്കത്തല്ല. ഷൗക്കത്ത് അതിനകത്തൊരു ബൊമ്മക്കുട്ടി മാത്രമാണ്. ഷൗക്കത്തിൻ്റെ രാഷ്ട്രീയത്തിനൊന്നും യാതൊരു പ്രാധാന്യവുമില്ല. VD സതീശൻ അവിടെ അൻവർ മത്സരിക്കാൻ നിന്നാൽ ഇപ്പോഴത്തെ ഇനിയിപ്പോൾ BJP മത്സരിക്കാൻ വരും. കാരണം ഇനിയിപ്പോൾ BJP നിൽക്കായിരുന്നതിൽ അർത്ഥമില്ലല്ലോ, അവരുടെ സൂത്രപ്പണിക്ക് ഇനി പ്രാധാന്യമില്ലല്ലോ. അപ്പം ഇനി അവരും മത്സരിക്കാൻ വരും. അത് BDJS മുഖാന്തരമായിട്ടോ വേറെ സ്വതന്ത്രന്മാരായിട്ടോ അതിനന്വേഷിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഏതായാലും BJP രംഗത്ത് എത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഇവർ പറഞ്ഞില്ല, ഷൗക്കത്ത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും കോൺഗ്രസ് ജയിക്കും. കാണാം, ഇലക്ഷൻ കഴിയുമ്പോൾ കൈപ്പത്തിയല്ല അവിടേക്ക് വരും കാര്യങ്ങൾ നോക്കിക്കോളൂ. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഷൗക്കത്തടക്കമുള്ള ആൾക്കാർ, ഷൗക്കത്തിൻ്റെ കാര്യം വിട്, VD സതീശൻ ഉണ്ടല്ലോ, VD സതീശൻ ഈ ഇലക്ഷൻ്റെ ദിവസം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല. ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചാവും. കാരണം അവൻ ഒരുത്തനാണ് ഈ RSSൻ്റെ കേരളത്തിലെ BJPയുടെ നേതാവാണ്. വാസ്തവത്തിൽ ഒരു ഹിഡൻ അജണ്ടയും വെച്ചുകൊണ്ട് നടക്കുകയാണ്. എനിക്ക് നേരിട്ട് അറിയാം. അവിടെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് എന്തായാലും പറയാം, മറ്റേ ദുബായിൽ വലിയൊരു സംഘടനയുണ്ടല്ലോ, മുസ്ലിങ്ങൾ ചെറുപ്പക്കാരുടെ സംഘടനയുണ്ടല്ലോ, അവിടെ ഒരു തന്നെ വിളിച്ചുകൊണ്ടേയിട്ട് ഒരു കവറിട്ട് മൂടി അവിടെ വെച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എനിക്കറിയില്ലായിരുന്നു ഇവരെങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടെ കൊണ്ട് കവറിട്ട് മൂടി അവിടെ വെച്ചു, പുറത്തേക്ക് ഇറക്കാതെ. അത് കഴിഞ്ഞപ്പോൾ അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിരുന്നു. അദ്ദേഹവും ഞാനുമായിട്ട് 1, 2, 3 വട്ടം കണ്ടുമുട്ടിയിട്ടുള്ള എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. വ്യക്തിപരമായിട്ടാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊന്നും എനിക്കറിയില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. പെരുമാറാൻ അറിയാവുന്ന ഒരാൾ. ഇവനോട് കയറിയിട്ട് അവിടെയുള്ള ഒരാൾ പറഞ്ഞു, നമ്മുടെ യൂട്യൂബിൽ ഉള്ള തലയെക്കെട്ട് സ്വാമി വന്നു പറഞ്ഞു, ഇവൻ എടുത്തവാന്ന് പറഞ്ഞു. അവനോട് അയാളുമായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ RSSകാർക്ക് എന്ത് ചൊയ്യെന്ന് വെച്ചാൽ RSSകാർക്ക് എന്ത് തോന്നുന്നു ആ തീട്ടവായുകൊണ്ട് സംസാരിച്ചവനവൻ ഈ VD സവർക്കർ. അപ്പം അവനാണ് ഇവിടുത്തെ എല്ലാ കൊള്ളരുതായ്മയും ഒപ്പിച്ചു വെച്ചത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റൻസിൻ്റെ കലയാണ്. അതാണ് സത്യം. ഞാൻ ചിലപ്പോൾ തമാശയ്ക്ക് പറയാറുണ്ട്, രാഷ്ട്രീയക്കാർ നമ്മുടെ തൃശ്ശൂർ ബാലചന്ദ്രൻ, ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള രാജൻ, മുമ്പ് മന്ത്രിയായിട്ടുള്ള മറ്റേ സുനിൽകുമാർ അദ്ദേഹം എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ ജൂനിയർ അവരൊക്കെ, ഞാൻ അവരുടെ മുഖത്ത് വേണ്ട, നിങ്ങൾ വേശികളും ഒരുപോലെയാണ്, നിങ്ങൾ ആരെ കണ്ടാലും ഹായ് എന്ന് പറയും. അതാണ് രാഷ്ട്രീയം. ആയതുകൊണ്ട് അൻവറിനെ ഇത്രമാത്രമായിട്ട് ചാടിച്ച് ഇപ്പം എന്തായി, അയാളേക്ക് എടുക്കേണ്ട സമയം കഴിഞ്ഞു. അയാൾ വൃത്തിയായിരുന്നല്ലോ പറഞ്ഞ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കളിച്ച കളി കരച്ചിലും പിഴിച്ചലായിട്ട് എന്നെ ഒന്ന് എടുക്കുമെന്ന് കരുതിയിട്ടൊന്നുമല്ല. ഇവരിട്ട് കളിപ്പിക്കട്ടെ. ഈ എലിയെ പിടിച്ചിട്ട് കൊല്ലാതെ പൂച്ചക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കും, പൂച്ചയുടെ അമ്മ പൂച്ച. എന്നിട്ട് ആ കുട്ടികൾ കൊല്ലാതെ കൊല്ലുന്ന ആ ഒരു തന്ത്രം അതുപോലെയല്ലേ അൻവറായിട്ട് കാണിച്ചത്. ഇപ്പോൾ ഇളിഞ്ഞില്ലേ, പ്രഖ്യാപനം വന്നതോട് ഇളിഞ്ഞില്ലേ. അൻവറിന് കിട്ടുമടോ മറ്റേ ഇയാളെ അൻവറിനെ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ കഴിയുന്ന അത്ര വോട്ട് അൻവർ കരഗതമാക്കും. അതെന്തിൻ്റെ പേരിലെന്നറിയാമോ? അയാൾക്ക് മാർക്സികാരും വോട്ട് ചെയ്യും, അയാൾക്ക് കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്യും, BJPക്കാരും വോട്ട് ചെയ്യും. ഇത്ര മാത്രമേ ഉള്ളൂ. അയാളെ ഇപ്പോൾ കാണുന്നത് സഹതാപത്തോടു കൂടിയിട്ട് അയാളെ കാണുന്നത്.
ഒരു സങ്കടം അയാളുടെ മേലെ പതിച്ചിട്ടുണ്ട്. അയാളിപ്പോൾ ഒരു ഇരയായിട്ടാണ് കാണുന്നത്. വി ഡി സതീശ, താൻ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒന്നും അല്ല കേട്ടോ. അത്രത്തോളം അങ്ങോട്ട് ഞെളിയണ്ട. തനിക്കുള്ള ബോംബാടോ അൻവർ. തൻ്റെ തലയിൽ വന്ന് വീണ് പൊട്ടാനാ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, കോൺഗ്രസിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ കോൺഗ്രസിന് WC ബാനർജിക്കോ ഹ്യൂമിനോ അതല്ലെങ്കിൽ ആനി ബസന്റിനോ ആ പരമ്പരയുടെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇവിടെയുള്ള VD സവർക്കറുടെ അതേ സ്വരൂപം അത് വെച്ച് നടക്കുന്ന ഈ ധാർഷ്ട്യത്തിന് വേറെ ധാർഷ്ട്യം കാണിക്കുന്ന ഈ നായർ, ഈ VD സതീശൻ, അയാളുടെ കാര്യമാണ് പറയണത്. അതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ ജയിക്കണമെന്നോ, കോൺഗ്രസ് തോൽക്കണമെന്നോ, മാർക്സ് പാർട്ടി ജയിക്കണമെന്നോ, മാർക്സ് പാർട്ടി തോൽക്കണമെന്നോ ഇതൊന്നും എൻ്റെ വിഷയമല്ല. ഇപ്പം ഞാൻ കല്യാണം കഴിച്ചൊരു ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യ നക്സലായിട്ട് നിന്നാലും ഞാൻ ആ ഭാര്യയ്ക്കാണ് വോട്ട് ചെയ്യുക. അതുപോലെ വ്യക്തിപരമായിട്ടുള്ള ചില ബന്ധക്കുറവുകളും വെച്ചാൽ ഞാൻ സംസാരിച്ചത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ വന്ന് താൻ പിണറായിയുടെ ആളാ, താൻ മറ്റേ എന്താ ചോപ്പിൻ്റെ ആളാ, താൻ കോൺഗ്രസിനെ കുറിച്ച് പഠിക്കും, തനിക്ക് കോൺഗ്രസിന് എന്താ അറിയാം എന്നെങ്കിൽ കുറേ ഷൊപ്പന്മാരും ശുപ്പാണ്ടികളൊക്കെയും പറയും. അതൊക്കെയും ഇതിൻ്റെ പുറകിൽ വഴി എനിക്ക് നല്ല ഉറപ്പാണ്. എന്തായാലും ഞാൻ ഇവിടെ കേൾക്കുന്നുണ്ട് ലപ്പുട്ടപ്പ് 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 സ്പീഡിലാണ് കേൾക്കുന്നത്. ശബ്ദവും കുറച്ച് കൂടുതലാണ്. VD സതീശൻ്റെ ഹൃദയമിടിപ്പ്. നമസ്കാരം.